ഇതിന്റെ വേറൊരു വേർഷൻ കൂടി പറയാം. ഇതിൽ നീലിയുടെ, അതായത് ദുർഗയുടെ അച്ഛനായിട്ട് ചെയ്ത നൗഫൽ ഉണ്ടല്ലോ, നൗഫൽ എന്ന് പറഞ്ഞ ആക്ടറാണ്, കട്ടപ്പനയിലുള്ള നൗഫൽ എന്ന് പറഞ്ഞ ആക്ടർ. ഇതിൽ വലിയ ഡയലോഗ് പരിപാടികളില്ല. ഇങ്ങനെ നിന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, സംഭവങ്ങളും പെർഫോം ചെയ്യാനുള്ള പരിപാടികളേ ഉള്ളൂ. നമ്മൾ ഇത് ഓഡിഷൻ വെക്കുന്ന സമയത്ത് നൗഫൽ എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ആളാണ്, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടാകുന്ന നൗഫൽ എനിക്ക് ഓർമ്മയുണ്ട്. നൗഫൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നൗഫലിൻ്റെ ഒരു ഫ്രണ്ട് മരിച്ച ദിവസമാണെന്ന്, ഈ ഓഡിഷൻ നടക്കുന്ന ദിവസം. അതായത് നാളെ ഓഡിഷൻ, ഇന്ന് രാത്രി നൗഫലിൻ്റെ ഒരു ഫ്രണ്ട് മരിക്കുകയാണ്. അപ്പോൾ ഞാൻ നൗഫലിൻ്റെ അടുത്ത് വൈകുന്നേരം എന്തോ വിളിച്ച് പറഞ്ഞത് എൻ്റെ ഓർമ്മ, നാളെ ഓഡിഷൻ ഉണ്ട്, നൗഫലെ വരണം എന്നുള്ളത്. എന്നിട്ട് രാത്രി ആയപ്പോൾ നൗഫൽ എന്നെ വിളിച്ചു, എൻ്റെ ഫ്രണ്ട് മരിച്ചു, എനിക്ക് നാളെ ഓഡിഷൻ വരാൻ പറ്റില്ല, അതിൻ്റെ അവരുടെ വീട്ടിലാരും അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു നൗഫൽ കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് 9 മണിക്ക് നമ്മൾ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് നൗഫൽ തുരുതുരാ വിളി. നൗഫൽ ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, അതിനിടയിൽ 100 കോള് വേറെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇതിന് 2-3 കോള് ഞാൻ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിനേക്കാൾ വലുത് ഡീൽ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. ഇടയ്ക്ക് ഞാൻ നൗഫലിനോട് പറഞ്ഞു, നൗഫലെ കുഴപ്പമില്ല, അവിടുത്തെ പരിപാടികൾ ചെയ്യും, നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു നൗഫൽ. ശരി ശരി എന്ന് പറഞ്ഞ് ഞാൻ വെച്ച് ഞാൻ അവിടുത്തെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓഡിഷൻ നടക്കുമ്പോൾ നൗഫൽ ഇത് കൂടി ഡോറിൻ്റെ സൈഡിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഇത്രയും പരിപാടി ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞതുമാണ്. എന്നിട്ട് നൗഫൽ വന്ന് നൗഫലിനെ ഓഡിഷൻ നടത്തി. നൗഫൽ അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്യുകയും ചെയ്തു. ഓരോ 1-2 സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു നൗഫലിനെ, അതായത് സ്പോട്ടിൽ ഫിക്സ് ചെയ്തു. അപ്പം തന്നെ നൗഫലിനോട് പറഞ്ഞു, നൗഫൽ താടിയും മീശയൊന്നും വെട്ടണ്ട, ആവശ്യം വരും, ഇങ്ങനെ ഇരിക്കട്ടെ, ഇപ്പം നിലവിൽ ഏറെക്കുറെ ഫിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടർ ഇത്രയും ഹൈപ്പറായിട്ട് നമുക്കിതൊരു സാധനം എന്തെങ്കിലും കിട്ടിയാൽ അതേ കയറി പിടിച്ച് ഇത് വലുതാക്കിയോ കൊളുത്തുകയോ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് 100% സന്തോഷമേ ഉള്ളൂ. നമ്മളൊരു ലൊക്കേഷനിൽ വരുന്നു, ഒരു സീനുള്ള സാധനം കിട്ടിയാലും അവിടെ ഉണ്ടാകുന്ന കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ ഒരു സീൻ നമ്മൾ ആ പെർഫോം ചെയ്തെങ്കിൽ ഈ ഡയറക്ടറുമായിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന ബന്ധം, അവിടുത്തെ പ്രൊഡ്യൂസർ, അവിടുത്തെ മറ്റ് ആക്ടേഴ്സ്, ഒരു വലുതാവുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ. ചിലപ്പോൾ ആ സീൻ തന്നെ വലുതാവാം, സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ അത് വലുതാവും. അങ്ങനെ വലുതായ